എല്ലാവർക്കും നമസ്കാരം. അത്തം നക്ഷത്രക്കാരുടെ ഓരോ അവസ്ഥയിലുമുള്ള നിങ്ങളുടെ പ്രായത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയ ഒരു സമ്പൂർണ്ണ നക്ഷത്ര ഫലങ്ങളിലേക്ക് നിങ്ങളെ അവരെയും സ്വാഗതം ചെയ്യുന്നു. ഇതിപ്പോൾ ഈ സീരീസിൽ നമ്മൾ എടുക്കുന്ന 13ാമത്തെ നക്ഷത്രമാണ് ഈ പറഞ്ഞ അത്തം നക്ഷത്രം. അത്തം നക്ഷത്രക്കാരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ഈ നക്ഷത്രം ചന്ദ്രൻ നക്ഷത്രനാഥനായിട്ടുള്ള ഒരു നക്ഷത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവർ ആരോടും വഴക്കിന് പോകാത്തവരും എപ്പോഴും ശബ്ദം താഴ്ത്തി സംസാരിക്കുന്നവരുമായിരിക്കും. മാത്രവുമല്ല, മറ്റുള്ളവരുടെ മുൻപിൽ പൊങ്ങച്ചം കാണിച്ചു നടന്ന് തനിക്ക് ഇന്ന കഴിവുകളുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഇത്ര പണമുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, ഇങ്ങനെയൊന്നും ഇവർ ഒരിക്കലും പറയാറില്ല, അല്ലെങ്കിൽ പ്രദർശിപ്പിക്കാറില്ല. എന്നാൽ അവസരം വരുമ്പോൾ നിശബ്ദമായി നിന്നുകൊണ്ട് സ്വന്തം കഴിവ് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പ്രതിഫലം ഇച്ഛിക്കാതെ ആയിരിക്കും ഇവരുടെ ജീവിതത്തിലെ ഏത് മേഖലയിലും പ്രവർത്തിക്കുന്നത്. ഇവരുടെ ആകെയുള്ള ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് ചില റിലേഷൻഷിപ്പുകളിൽ ഇവർ പോയി അറിയാതെ കുടുങ്ങിപ്പോകും. പ്രത്യേകിച്ചും പ്രണയബന്ധങ്ങൾ വളരെയധികം ഇവർക്ക് ഉറപ്പായിട്ടുമുണ്ടാകും. വണ്ട് ചെമ്പകപ്പൂവിനുള്ളിൽ പെട്ടുപോകുന്നത് പോലെ ആയിരിക്കും ഈ പറഞ്ഞതെന്ന് നിരൂപണം ചെയ്യാം. നിങ്ങളുടെ ഫലങ്ങളിലേക്ക് നമുക്ക് വിശദമായിട്ട് വരാം. അതിനു മുൻപ് നിങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം ഇതിൽ എങ്ങനെയാണ് ഞാൻ പറഞ്ഞു പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. ഈ രീതിയിൽ, അതായത് ഈ പറയാൻ പോകുന്ന രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. സാധാരണ നിങ്ങൾ കേട്ടിട്ടുള്ള നക്ഷത്രഫലങ്ങളെ അപേക്ഷിച്ച് ഞാൻ ഈ ശ്രേണിയിൽ പറഞ്ഞു പോകുന്ന നക്ഷത്രഫലങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്തെന്നാൽ നിങ്ങളുടെ ഇപ്പോഴുള്ള പ്രായമനുസരിച്ച്, അതായത് ജനനം മുതൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഏതവസ്ഥകളിലാണ് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് നോക്കിയിട്ട് ആ സമയത്തെ, അല്ലെങ്കിൽ ആ സമയം മുതൽ അങ്ങോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് മുൻകൂട്ടി പ്ലാൻ ചെയ്ത് വ്യവസ്ഥയാക്കണമെന്ന് നിങ്ങൾക്ക് ഈ നക്ഷത്രഫലം കേൾക്കുമ്പോൾ തന്നെ ചിന്തിച്ചുറപ്പിക്കാൻ സാധിക്കും. പറയാൻ കാരണം ഇവിടെ ഈ അത്തം നക്ഷത്രത്തിൻ്റെ ലൈഫ് ടൈം ജാതക വിശകലനമാണ് ഇതിലൂടെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ ടേണിംഗ് പോയിന്റും ഞാനിവിടെ കൃത്യമായി ടാഗ് ചെയ്ത് പറഞ്ഞുകൊണ്ടായിരിക്കും മുന്നോട്ട് പോകുന്നത്. മാത്രവുമല്ല, അപ്രയോജനങ്ങളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങളുടെ സമയം വെറുതെ കളയില്ല. പകരം നിങ്ങളുടെ ലൈഫിൽ അഭിമുഖീകരിക്കാൻ പോകുന്ന നിർണായകമായിട്ടുള്ള ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് വ്യക്തമായി തന്നെ പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇനി പിന്നിടാൻ പോകുന്ന ഓരോ പ്രായത്തിലും ഞാനിനി എന്ത് മുൻകരുതലുകൾ എടുക്കണം എന്ന് ചിന്തിച്ച് വെറുതെ ആശയക്കുഴപ്പത്തിലാകേണ്ട യാതൊരു ആവശ്യവുമില്ല. ഈ ഫലപ്രവചനങ്ങൾ നിങ്ങൾക്കൊരു ചൂണ്ടുപലക പോലെ, അല്ലെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന, താങ്ങി നിർത്തുന്ന ഒരു അത്താണി എന്ന പോലെ ഉറപ്പായിട്ടും പ്രവർത്തിച്ചിരിക്കും. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴുള്ള ഈ ഒരു ഘട്ടം കഴിഞ്ഞ് അടുത്ത നീക്കം എന്തായിരിക്കണമെന്ന് കൃത്യമായി നിങ്ങൾക്ക് ഇവിടെ നിന്നും ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കും. അവർ പക്ഷേ നിങ്ങൾക്ക് ആവശ്യം നിങ്ങളുടെ സഹോദരങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കളുടെ പ്രായം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇത് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമെങ്കിൽ അങ്ങനെയുമാകാം. ഇതിനു വേണ്ടി ഇപ്പോൾ നിങ്ങളിവിടെ കാണുന്ന ടേബിളിൽ നിന്നും നിങ്ങൾക്ക് ഫലം അറിയേണ്ട വ്യക്തിയുടെ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം വയസ്സോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. പക്ഷേ ഞാനിവിടെ ഫലം പറയുന്നത് നിങ്ങളിപ്പോൾ നോട്ട് ചെയ്ത് വെച്ച ആ ഒരു വയസ്സ് മുതലല്ല. കാരണം ആയുഷ്കാല ഫലമായതുകൊണ്ട് തന്നെ ഓരോ നക്ഷത്രത്തിൻ്റെയും ആദ്യ അവസാനം വരെയുള്ള ഫലങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇതുവരെയുള്ള ജീവിതത്തിൽ നിങ്ങൾ പാസ് ചെയ്ത് കഴിഞ്ഞു പോയ ആ കാര്യങ്ങളെക്കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ ഈ പറയുമ്പോൾ അത് കൃത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യാതൊരു സംശയവും വേണ്ട. വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ മാസങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പറയാൻ പോകുന്ന ഫലങ്ങളും ഭാവി ഫലങ്ങളും അത് കൃത്യമായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ രീതിയിലാണ് ഒരാളുടെ ജാതകത്തിൽ അവരുടെ കഴിഞ്ഞുപോയ പാസ്റ്റും ഇനി അവർക്ക് വരാനിരിക്കുന്ന അവരുടെ ഫ്യൂച്ചറും ഏകീകരിച്ചുകൊണ്ട് ഇവിടെ ഫലം പറയുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പാസ്റ്റ് പറയുന്നത് കൃത്യമാണെങ്കിൽ ഫ്യൂച്ചർ പറയുന്നതും കൃത്യമായേ പറ്റൂ. അതാണ് അതിൻ്റെ ആ ഒരു ബാലൻസിങ് രീതി. ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ആയുഷ്കാല ഫലപ്രവചനങ്ങളിലേക്ക് കടന്നു ചെല്ലാം. 27 നക്ഷത്രങ്ങളിൽ വെച്ച് 13ാമത്തെ നക്ഷത്രമാണ് നിങ്ങളുടെ അത്തം നക്ഷത്രം. ദയയും കാരുണ്യമുള്ളവരും പ്രപഞ്ചത്തിലെ സർവ്വതിനോടും മമതയുള്ളവരുമാണ് ഈ പറഞ്ഞ നിങ്ങൾ അത്തം നക്ഷത്രക്കാർ. അതുകൊണ്ട് തന്നെ അത്തം നക്ഷത്രത്തിൻ്റെ പ്രതീകമായിട്ട് ചന്ദ്രഭഗവാനെയാണ് ജ്യോതിഷം കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ചന്ദ്രൻ ഭരിക്കുന്ന, അല്ലെങ്കിൽ ചന്ദ്രൻ നക്ഷത്രനാഥനായിട്ടുള്ള അതീവ ഭാഗ്യവും സൂക്ഷ്മ നിരീക്ഷണ പാഠവുമുള്ള ഒരു നക്ഷത്രമാണ് ഈ പറഞ്ഞ അത്തം നക്ഷത്രം. മാത്രവുമല്ല, വിശ്വാസപ്രകാരം
പ്രകൃതിയിലെ ഊർജത്തിൻ്റെ ദേവനായിട്ടുള്ള സവിതാവാണ് ഈ നക്ഷത്രത്തിൻ്റെ അധിപൻ. ജ്യോതിഷത്തിൽ തുറന്ന കൈപ്പത്തിയാണ് ഇതിൻ്റെ അടയാളമായിട്ട് പറയുന്നത്. അതായത് അധ്വാനിക്കാനും മറ്റുള്ളവർക്ക് സഹായങ്ങൾ വാരിക്കോരി നൽകാനും മടിയില്ലാത്തവരാണ് ഈ ഭൂരിഭാഗവും അത്തം നക്ഷത്രക്കാർ. മാത്രവുമല്ല, സ്വന്തം കൈക്കരുത്ത് കൊണ്ടും അധ്വാനം കൊണ്ടും ഏത് വലിയ തടസ്സങ്ങളെയും മാറ്റിമറിച്ച് കഷ്ടപ്പാടിൽ നിന്ന് തങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനും അതിൽ വിജയം വരിക്കാനുമുള്ള ഒരു പ്രത്യേക കഴിവ് പ്രകൃതിദത്തമായി തന്നെ ഈ അത്തം നക്ഷത്രക്കാർക്ക് ഉറപ്പായിട്ടും ഉണ്ടാകും. ഈ പറഞ്ഞതിൽ യാതൊരു സംശയവും വേണ്ട. ഈ അത്തം നക്ഷത്രം വരുന്നത് മുഴുവനായും ബുധൻ്റെ സ്വന്തം രാശിയായ കന്നിക്കൂറിലാണ്. രാശിയാധിപൻ ബുധനും നക്ഷത്രാധിപൻ ചന്ദ്രനുമായതുകൊണ്ട് ബുധൻ്റെ കണിശമായ ബുദ്ധിശക്തിയും വിവേകവും ചന്ദ്രൻ്റെ ആ ഒരു ശാന്തതയും സ്നേഹവും ഒരുപോലെ സമ്മേളിച്ചൊരു അത്ഭുത നക്ഷത്രക്കാരാണ് ഈ പറഞ്ഞ അത്തം നക്ഷത്രക്കാരെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതുപോലെ തന്നെ ഹാസ്യപ്രിയർ, എപ്പോഴും ശാന്തമായി ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നവർ, എന്നാൽ ഉള്ളിൽ കൃത്യമായ കണക്കുകൂട്ടലുകൾ തീർച്ചയായിട്ടുമുള്ളവർ, അതുപോലെ തന്നെ വിട്ടുവീഴ്ചയില്ലാത്ത കടുംപിടുത്തക്കാരുമായിട്ടുള്ള സ്വഭാവമുള്ളവരും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്കിവരെ വിശേഷിപ്പിക്കാനും സാധിക്കും. ജീവിതത്തിൽ ശനിയുടെയും വ്യാഴത്തിൻ്റെയും അനുകൂല മാറ്റങ്ങൾ വരുമ്പോൾ സ്വന്തം കഠിനാധ്വാനം കൊണ്ടും ബിസിനസ് മികവ് കൊണ്ടുമൊക്കെ വലിയ വിജയങ്ങൾ നേടിയെടുക്കാൻ ശേഷിയുള്ളവരാണ് ഈ പറഞ്ഞ അത്തം നക്ഷത്രക്കാർ. ഇത് ഈ പറഞ്ഞതെല്ലാം ഇവരിൽ പൊതുവായിട്ട് കണ്ടുവരുന്ന ചില സവിശേഷതകളാണ്. അപ്പോൾ ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ ഓരോ പ്രായത്തിലുമുള്ള മാറ്റങ്ങൾ എങ്ങനെയൊക്കെയാണ് പ്രകടമാകുന്നതെന്ന് ഒന്ന് വിശദമായി നോക്കാം. ആദ്യം തന്നെ നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ ബാല്യകാലത്തിലേക്ക്, അതായത് 0 മുതൽ 5, 10, 15 വയസ്സ് വരെയുള്ളവരുടെ കാലഘട്ടത്തിലേക്ക് ഒന്ന് നോക്കാം. ചന്ദ്രഭഗവാന്റെ മഹാദശയിലാണ് അത്തം നക്ഷത്രക്കാരുടെ ജനനം. അതുകൊണ്ട് തന്നെ ഇവരുടെ കുട്ടിക്കാലം പൊതുവെ അമ്മയുടെ അതീവ സ്നേഹത്തിലോ അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ വലിയ പരിചരണത്തിലോ ഒക്കെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. കാരണം ഈ രീതിയിലുള്ള പരിചരണത്താലോ അല്ലെങ്കിൽ അതിയായ സന്തോഷങ്ങൾക്ക് നടുവിലൊക്കെ ആയിരിക്കും ഇവർ മുന്നോട്ട് പോകുന്നത്. അതുപോലെ തന്നെ ആരോഗ്യപരമായി ചെറിയ ചെറിയ അസ്വസ്ഥതകൾ, പ്രത്യേകിച്ച് ഈ കഫ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, ശ്വാസകോശ തടസ്സങ്ങൾ അല്ലെങ്കിൽ ജലദോഷം, അലർജി, ദഹനക്കുറവ് എന്നിവ ഇവരുടെ ഈ ചെറുപ്രായത്തിൽ ബാല്യകാലത്തിൽ ഈ അത്തം നക്ഷത്രക്കാർക്ക് സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജാതകത്തിൽ ചന്ദ്രൻ്റെ സ്വാധീനം വളരെയധികം ഉള്ളതുകൊണ്ട് നിങ്ങളുടെ കുട്ടിക്കാലത്ത് തന്നെ നിങ്ങളുടെ മുഖത്തിന് വളരെയധികം ആകർഷണീയതയുണ്ടാകും. മാത്രവുമല്ല, എല്ലാവർക്കും പ്രിയങ്കരമായ ആ ഒരു സ്വഭാവവും നിങ്ങളിൽ ഉടലെടുക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവർക്കും പ്രിയപ്പെട്ടവരായിരിക്കും എന്ന് ചുരുക്കം. ഇനി നിങ്ങളുടെ സ്വഭാവത്തിലേക്ക് വന്നാൽ, ചെറുപ്പത്തിലെ വളരെ ശാന്തപ്രകൃതക്കാരും മറ്റുള്ളവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന മിടുക്കന്മാരുമായിരിക്കും ഈ അത്തം നക്ഷത്രക്കാർ. ഇവരുടെ പഠന കാര്യങ്ങളിൽ അതീവ ശ്രദ്ധ പുലർത്തും. കാര്യങ്ങൾ വേഗത്തിൽ ഗ്രഹിച്ചെടുക്കാനും കലാപരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് എഴുത്ത്, വര, സംഗീതം എന്നിവയിലെല്ലാം ചെറുപ്പത്തിലെ മികച്ച വിജയം നേടാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. മാത്രവുമല്ല, എല്ലാവരുടെയും പ്രശംസ ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും ഇവരുടെ 15 വയസ്സ് വരെയുള്ള ആ കാലഘട്ടം ഇവർ പൂർത്തിയാക്കുന്നതും. ഇനി നമുക്ക് അത്തം നക്ഷത്രക്കാരുടെ 15 വയസ്സ് മുതൽ, അതായത് കൗമാരപ്രായം മുതൽ 20, 25, 30 എന്നീ കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തൊക്കെയാണ് ഇവർക്ക് സംഭവിക്കുക എന്നൊന്ന് നോക്കാം. 15 വയസ്സിന് ശേഷം വരുന്ന ചൊവ്വാദശയും തുടർന്ന് വരുന്ന രാഹുദശയും അത്തം നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ തൻ്റെ ഇടവും അതുപോലെ തന്നെ ഇവരുടെ കരിയറിലെ നിർണായക വഴിത്തിരിവുകളും ഉണ്ടാക്കി വയ്ക്കുന്ന അല്ലെങ്കിൽ കൊണ്ടുവരുന്ന ആ ഒരു സമയമാണ്. പ്രത്യേകിച്ചും 18 വയസ്സ് മുതൽ 25 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഇതിലെ വിദ്യാർത്ഥികൾക്ക് ബുധൻ്റെ ബുദ്ധിശക്തിയും ചന്ദ്രൻ്റെ അനുഗ്രഹവും ലഭിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസത്തിലും കരിയറിലും വലിയ മുന്നേറ്റം ഉറപ്പായിട്ടും കാഴ്ചവെക്കും. പ്രത്യേകിച്ചും ബാങ്കിങ്, ഫിനാൻസ്, IT, മെഡിക്കൽ ഫീൽഡ്, കൃഷി, വ്യാപാരം അല്ലെങ്കിൽ ഈ അഡ്മിനിസ്ട്രേഷൻ രംഗങ്ങൾ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ പ്രായത്തിലാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കപ്പെടാനും അതിൽ നിങ്ങൾക്ക് യോജിക്കുന്നത് തിരഞ്ഞെടുക്കാനും ഏറ്റവും കൂടുതൽ സാധ്യത കാണുന്നത്. അതുപോലെ തന്നെ 23 വയസ്സിന് ശേഷം സ്വന്തം പ്രയത്നത്താൽ മാന്യമായ വരുമാന മാർഗം ഉറപ്പായിട്ടും ഇവർ കണ്ടെത്തും. അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാരുടെ ഈ പ്രായത്തിൽ നമ്മളിവിടെ മുൻപ് പറഞ്ഞ പോലെ ഇവർക്ക് ആകർഷണ ശക്തി വളരെ വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ സൗഹൃദങ്ങളും പ്രണയബന്ധങ്ങളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ വളരെ അധികമാണ്. എന്നാൽ നിങ്ങളുടെ അമിതമായ ചിന്താക്കുഴപ്പങ്ങളും ചില പ്രത്യേക കാര്യങ്ങളിൽ
നിങ്ങൾക്ക് സ്വന്തമായിട്ട് ആ ഒരു പിടിവാശിയും ഉള്ളത് കാരണം പ്രണയബന്ധത്തിൽ വലിയ തകർച്ചകളോ അല്ലെങ്കിൽ വലിയ മാനസിക ബുദ്ധിമുട്ടുകളോ നേരിടേണ്ടി വരാനുള്ള സാധ്യത ഏറ്റവും കൂടുതലാണ്. അതുപോലെ തന്നെ 25 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള ആ ഒരു കാലയളവിലാണ് ഇവരുടെ ഔദ്യോഗിക ജീവിതത്തിന് ശരിയായ രീതിയിലുള്ള ആ ഒരു ഭദ്രത കൈവരുന്നത്. എന്നാൽ 26 വയസ്സിന് ശേഷം ഇവരുടെ വിവാഹപ്രായം തെളിഞ്ഞു തുടങ്ങും. അതായത് 26 കഴിഞ്ഞ് 27, 28, 29 ആ കാലഘട്ടമെല്ലാം ഇതിന് അനുയോജ്യമായ കാലഘട്ടമാണ്. മാത്രവുമല്ല കുടുംബത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു നല്ല പങ്കാളിയെ തന്നെയായിരിക്കും ഇവർക്ക് ലഭിക്കുന്നതും. അതിന് നിങ്ങൾക്ക് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള നിങ്ങളുടെ സഞ്ചാരഗതി നോക്കുകയാണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും പറയാൻ സാധിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യവയസ്ക കാലഘട്ടമാണ് ഈ പറഞ്ഞ ഈ ഒരു സമയം. അതായത് 30 വയസ്സിന് ശേഷം 35, 40, 45 എന്നീ വയസ്സുകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ച് നിങ്ങളുടെ ആ ഒരു മിഡിൽ പോയിന്റ് ആയിട്ടുള്ള 50 വയസ്സിൽ എത്തിച്ചേരുമ്പോൾ നിങ്ങൾ അത്തം നക്ഷത്രക്കാരുടെ ജീവിതം ആ അവസ്ഥയിൽ എങ്ങനെയുണ്ടെന്ന് നോക്കുമ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് 30 വയസ്സുകളുടെ മധ്യത്തിൽ കൃത്യമായി പറഞ്ഞാൽ 35 വയസ്സ് മുതൽ 42 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഈ പ്രായത്തിൽ ശനി നിങ്ങൾക്ക് ഗുണവാനായി മാറുന്നതുകൊണ്ട് നിങ്ങളുടെ കർമ്മരംഗങ്ങളിൽ വലിയ പദവിയും ഉയർച്ചയും തീർച്ചയായിട്ടും ഉണ്ടാകും. പ്രത്യേകിച്ചും ബിസിനസ്സിൽ വലിയ പുരോഗതി ഈ സമയത്താണ് ദൃശ്യമാകുന്നത്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ കേന്ദ്രഭാവങ്ങളിൽ വരുന്നതുകൊണ്ട് സ്വന്തമായി പുതിയൊരു വാഹനമോ വീടോ അല്ലെങ്കിൽ ഭൂമിയോ വാങ്ങിക്കാനുള്ള ഭാഗ്യവും ഈ സമയത്തായിരിക്കും നിങ്ങൾക്ക് വന്നു ചേരുന്നത്. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് നിങ്ങൾ അർഹിച്ചതിനേക്കാൾ വലിയൊരു സാമ്പത്തിക അഭിവൃദ്ധി ഈ സമയത്ത് ഉറപ്പായിട്ടും വന്നു ചേരും. എന്നാൽ 43 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വന്നു ചേരുന്ന ചില വലിയ ഗ്രഹമാറ്റങ്ങൾ കാരണം അസൂയാലുക്കളായ ശത്രുക്കളുടെ ശല്യമോ അല്ലെങ്കിൽ നിങ്ങൾ ഏറെ പ്രിയപ്പെട്ടവരെന്ന് നിങ്ങൾ വിചാരിക്കുന്ന, അതായത് നിങ്ങളുടെ വിശ്വസ്തരിൽ നിന്നുള്ള ചെറിയ രീതിയിലുള്ള വഞ്ചനയോ ചതിയോ ഒക്കെ ഈ സമയത്ത് നിങ്ങൾ നേരിടേണ്ടിയും വന്നേക്കാം. പ്രത്യേകിച്ചും ഈ പണത്തിൻ്റെ കാര്യത്തിൽ മറ്റുള്ളവരെ അമിതമായി നിങ്ങൾ വിശ്വസിച്ച് വലിയ തുകകൾ അവർക്ക് കടം കൊടുക്കുകയോ അല്ലെങ്കിൽ തിരിമറി ചെയ്യാനായിട്ട് നിങ്ങൾ കൂട്ടി നിൽക്കുകയോ ചെയ്താൽ അതിൽ വലിയ വീഴ്ച ഉറപ്പായിട്ടും സംഭവിക്കും. മാത്രമല്ല ഈ പണത്തിൻ്റെ കാര്യത്തിൽ ഈ സമയത്ത് അങ്ങനെ കണ്ണുമടച്ച് മറ്റുള്ളവരെ വിശ്വസിക്കാതിരിക്കുകയാണ് ഏറ്റവും ഉത്തമം. ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് എടുത്തു പറയാനുള്ളത് നിങ്ങൾ ജാമ്യം നിൽക്കുമ്പോൾ ആർക്കെങ്കിലും വേണ്ടി അതിപ്പോൾ വസ്തുവാകട്ടെ പണമാവട്ടെ എന്തോ ആവട്ടെ ജാമ്യം നിന്ന് കൊടുക്കാനായിട്ട് ശരിക്കും ചിന്തിച്ച് തീരുമാനമെടുത്തിട്ട് വേണം അത് ചെയ്യാൻ. അതുപോലെ തന്നെ ഈ സമയം രാഹുവിൻ്റെയും വ്യാഴത്തിൻ്റെയും നല്ല ദശാകാലങ്ങൾ ഇതിനെ തുടർന്ന് ഇങ്ങോട്ട് വന്നു ചേരുന്നതോടുകൂടി നിങ്ങളുടെ കരിയറിലും സമൂഹത്തിലും വലിയൊരു പ്രതാപവും അതുപോലെ തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് നല്ല സാമ്പത്തിക ഭദ്രതയും കെട്ടിപ്പടുക്കുവാൻ തീർച്ചയായിട്ടും സാധിക്കും. കുട്ടികളുടെ പഠനം, അവരുടെ ഉന്നതി എന്നിവ ഈ സമയത്താണ് നിങ്ങൾക്ക് മനസ്സിന് നല്ല സന്തോഷവും സമാധാനവും നേടിത്തരുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ 45 വയസ്സിന് ശേഷം, അതായത് 50 വയസ്സിന് തൊട്ട് മുൻപ് ഈ കാലഘട്ടത്തിലൂടെ നിങ്ങൾ ഉറപ്പായിട്ടും കടന്നു പോയിരിക്കും. ഇനി അടുത്തത് പക്വതയുടെ കാലം, അതായത് 50 വയസ്സ് മുതൽ 70 വയസ്സ് വരെയുള്ള നിങ്ങളുടെ ആ ഒരു ജീവിതം. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ പ്രായം 55, 60, 65, 70 എന്നീ ഘട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ ആ അവസ്ഥയിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുന്നത് ഇത് നിങ്ങൾ അത്തം നക്ഷത്രക്കാർക്കുള്ള വലിയൊരു സുഖസൗകര്യങ്ങളുടെയും സമൂഹത്തിൽ വലിയൊരു ആദരവ് നേടിയെടുക്കുന്നതിൻ്റെയും ആ ഒരു ഭാഗ്യകാലഘട്ടമാണ്. പറയാൻ കാരണം 55 വയസ്സിന് ശേഷം വരുന്ന വ്യാഴദശയുടെയോ അല്ലെങ്കിൽ ശനിദശയുടെയോ നല്ല ഫലങ്ങൾ അനുഭവിക്കാൻ യോഗമുള്ള ആ ഒരു സമയമാണ്. ഈ സമയത്ത് വ്യാഴം നിങ്ങളുടെ രാശിയെ ദർശിക്കുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക് സമൂഹത്തിലും അതുപോലെ തന്നെ കുടുംബത്തിലും വലിയൊരു ആദരവും അംഗീകാരവും ഉറപ്പായിട്ടും നിങ്ങളെ തേടിയെത്തും. ഒട്ടുമിക്ക അത്തം നക്ഷത്രക്കാരുടെയും മക്കൾ ഈ കാലയളവിൽ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഉയർന്ന നിലയിൽ എത്തുന്നതും അവർക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ടതെല്ലാം അത് നിങ്ങൾക്ക് ഭാഗ്യമായി അനുഭവിക്കാൻ യോഗമുണ്ടായി തീരുകയും ചെയ്യും. മാത്രവുമല്ല സാമ്പത്തികമായി തികച്ചും സുരക്ഷിതമായ ഒരു രാജകീയ സുഖ ജീവിതമായിരിക്കും നിങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ ഒരു സമയം മുതൽ അങ്ങോട്ട് നയിക്കാൻ പോകുന്നത്. എന്നാൽ ഈ പ്രായത്തിൽ മറ്റു കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള ആരോഗ്യ വിഷയങ്ങളിൽ നിങ്ങൾ ഉറപ്പായിട്ടും ശ്രദ്ധ പതിപ്പിച്ചിരിക്കണം. കാരണം 58 വയസ്സിന് ശേഷം ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ചെറുതായിട്ടൊക്കെ ആരംഭിച്ചു തുടങ്ങിയേക്കും. ഗ്യാസ് ട്രബിൾ അല്ലെങ്കിൽ ഈ അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകൾ, കൈകാലുകൾക്ക് ഭയങ്കര വേദന എന്ന് വെച്ച് കഴിഞ്ഞാൽ ജോയിൻറ്റുകൾക്ക് വരുന്ന
ആ ഒരു നീർവീക്കം അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് അത് ഭേദമാക്കണം. അതുപോലെ തന്നെ പ്രമേഹം പോലുള്ള രോഗങ്ങൾ നിങ്ങളെ അല്പം ഈ സമയം ബുദ്ധിമുട്ടിച്ചേക്കും. അതുകൊണ്ട് ആഹാരവിഹാരാദികളിൽ ശ്രദ്ധിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ അധികമൊന്നും നിങ്ങളെ ബാധിക്കാനിടയാകില്ല. അതിന് അടുത്തത് നിങ്ങളുടെ വാർദ്ധക്യവും ആത്മീയതയും സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 70 വയസ്സ് മുതൽ 90 വയസ്സും അതിനു മുകളിലും ഈ കണക്ക് വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത്, അതായത് 75, 80, 85, 90 ഈ വയസ്സുകളിലൂടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു സായന്തന കാലഘട്ടത്തിലേക്ക് നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നിങ്ങൾ നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിച്ച് മനസ്സ് പരിപൂർണമായും ഈശ്വരചിന്തയിലേക്കും ധ്യാനത്തിലേക്കും തിരിയുന്ന ആ ഒരു സുന്ദരമായ കാലഘട്ടമാണ് ഇത്. നമുക്ക് നിസ്സംശയം ഇവിടെ പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും ഈ പ്രായത്തിൽ നിങ്ങൾ നക്ഷത്രക്കാർ ഏറ്റവും കൂടുതൽ തൽപരരായിരിക്കും. മാത്രവുമല്ല, നിങ്ങൾ കടന്നു പോകുന്ന കഠിനമായ വഴികളെക്കുറിച്ചും അതുപോലെ തന്നെ നിങ്ങൾ ആ സമയത്ത് നേടിയെടുത്ത അല്ലെങ്കിൽ നിങ്ങൾ പരാജയപ്പെട്ടതോ അങ്ങനെ ആയിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചൊക്കെ ഏറ്റവും കൂടുതൽ നിങ്ങൾ അയവിറക്കുന്ന ആ ഒരു സമയമായിരിക്കും ഈ പറഞ്ഞ സമയം. അതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാനാണ് ഏറ്റവും കൂടുതൽ ഹിസ്റ്ററി ഉള്ളത്. അപ്പോൾ ഈ പറഞ്ഞ അവസ്ഥയിൽ നക്ഷത്രക്കാർ പൊതുവെ മറ്റുള്ളവരുടെ മുൻപിൽ അഭിമാനിയായി തന്നെ നടക്കുന്നതുമായിരിക്കും. മാത്രമല്ല, ഈ സമയങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെയും മക്കളുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ കൃത്യമായ ബഹുമാനവും പരിചരണവും ഏറ്റവും കൂടുതൽ കിട്ടുന്ന ആ ഒരു സമയവും കൂടിയായിരിക്കും. അതിന് നിങ്ങളുടെ ജനനം മുതൽ ആയുർനാശം വരെയുള്ള ജീവിതം ഒന്ന് എങ്ങനെയൊക്കെ ആകുമെന്നൊന്ന് നോക്കിയാൽ, അതായത് പരിശോധിച്ചാൽ, നിങ്ങൾ നക്ഷത്രക്കാർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആദ്യകാലങ്ങളിൽ വലിയ ഉത്തരവാദിത്തങ്ങളിലൂടെയും കഠിനമായിട്ടുള്ള ചില പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമെങ്കിലും മധ്യവയസ്ക കാലഘട്ടത്തിലും വാർദ്ധക്യത്തിലും മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുന്ന രീതിയിൽ രാജകീയമായി തന്നെ ജീവിതം നയിക്കാനുള്ള യോഗവും നമുക്കിവിടെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നിങ്ങളുടെ വയസ്സുമായി ബന്ധപ്പെട്ട, അതായത് പ്രായവുമായി ബന്ധപ്പെടുത്തി നമുക്ക് ഈ ജ്യോതിഷ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. അതിന് നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വർഷങ്ങളിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രതിവിധികളെക്കുറിച്ചൊന്ന് ക്രോഡീകരിച്ച് പറഞ്ഞാൽ, നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഇതിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നേക്കാം എങ്കിൽ പോലും പൊതുവായ ഫലങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഈ പരിഹാരങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അധികം ഗുണം ചെയ്യും. പ്രത്യേകിച്ചും ഈ ചന്ദ്രദോഷങ്ങളകന്ന് ഐശ്വര്യം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരാനും നിങ്ങൾക്ക് ഈ തിങ്കളാഴ്ച വ്രതം അത് അത്യുത്തമമായിരിക്കും. അതായത് തിങ്കളാഴ്ച ദിവസത്തിൽ ഭക്ഷണപാനീയങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തി തിങ്കളാഴ്ച വ്രതം അനുഷ്ഠിക്കുക. അതുപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ ആഴ്ചയിൽ ഒരിക്കൽ ദർശനം നടത്തുന്നത് അത്യുത്തമമായിരിക്കും. നവഗ്രഹ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിലും ദർശനം നടത്താം. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയും ചൊവ്വാഴ്ച ദിവസങ്ങളിലോ ദേവീക്ഷേത്രങ്ങളിലോ വ്യാഴാഴ്ച ദിവസമാണെങ്കിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും അത്യുത്തമമാണ്. ഇപ്പോൾ നിങ്ങളുടെ പ്രായം എത്രയാണ്, അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞ ആ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതവുമായിട്ട് എത്രത്തോളം ഒത്തുപോകുന്നുണ്ട് എന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ അത് എനിക്കും ഒരു ഏകദേശം ഇതിൻ്റെ ഒരു മെട്രിക്സ് അളന്നെടുക്കാൻ സാധിക്കും. അപ്പോൾ ഇത്രയും വിവരങ്ങളാണ് നക്ഷത്രക്കാരുടെ ലൈഫ് ടൈം പ്രവചനങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പറയാനുള്ളത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.